കാണ്ടാമൃഗങ്ങൾ 5 വ്യത്യസ്ത സ്പീഷീസുകളിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. വൈറ്റ് റൈനോ, ബ്ലാക്ക് റൈനോ, ഇന്ത്യൻ റൈനോ, സുമാത്രൻ റൈനോ, ജാവൻ റൈനോ. അവ വൻകരകളിലെ വനമേഖലകളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയിലും ദക്ഷിണേഷ്യയിലും കാണപ്പെടുന്നു. ഇവയുടെ മുഖ്യ ആവാസവ്യവസ്ഥ മിക്കപ്പോഴും ചതുപ്പ് പ്രദേശങ്ങളായിരിക്കാം. കാണ്ടാമൃഗത്തിന്റെ ശരീരഘടന അതിമഹത്വം തകരില്ലാത്തതുമാണ്. 1.5 മുതൽ 3.5 ടൺ വരെ ഭാരമുള്ള ഇവ 1.5 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. ഇവയുടെ തൊലിയുടെ കനം മുട്ടുന്നവയാണ്. എന്നാൽ അതിന്റെ അടിയിൽ സൂക്ഷ്മമായ രക്തരേഖകളുള്ള തുലാസം ഒരുപാട് നിസ്സാരമായ സംവേദനങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഇവയുടെ പ്രധാനമായ അടയാളം അവയുടെ കൊമ്പുകളാണ്. അതിവേലായ ആയുധവും സംരക്ഷണ യന്ത്രവുമായി അവ വിനിയോഗിക്കുന്നു. കൊമ്പിന്റെ ഘടന കെരറ്റിൻ അടിസ്ഥാനത്തിലാണ്, അതായത് മനുഷ്യന്റെ മുടിയുടെയും നഖത്തിന്റെയും സമാനമായ ഒരു ഘടകം. കാണ്ടാമൃഗങ്ങൾ സാധാരണയായി ചെറുപിടിയാനങ്ങളാണ്, പക്ഷേ ഇവ ധാരാളം സമയം ജലാശയങ്ങൾക്കരികിൽ ചെലവഴിക്കുന്നു. ഉച്ചക്കുപിടിയിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ മഡ് ബാത്ത് ഇവയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദമാർഗമാണ്. കാണ്ടാമൃഗങ്ങൾ സസ്യഭുക്കുകളാണ്. മിതമായ വനസ്രോതസ്സുകളിൽ നിന്നും പച്ചിലകളും ചെറുകുറ്റിയും ഇവയുടെ പ്രധാന ഭക്ഷണമാണ്. പുനരുത്പാദന ചക്രം വളരെ നീണ്ടതാണ്. ഒരു ദഹിപ്പിക്കാൻ 25 മാസം വരെ പ്രായം വേണ്ടിവരും. ഇത് പ്രകൃതിയുടെ നിരുപദ്രവമായ നിലനിൽപ്പിനുള്ള ഒരു വെല്ലുവിളിയാണ്. അവർക്കെതിരെ ഏറ്റവും വലിയ ഭീഷണികൾ മനുഷ്യ സൃഷ്ടിയാണ്. വ്യാവസായിക വേട്ട, ആവാസസ്ഥലങ്ങളുടെ നഷ്ടം, ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ കണ്ടെത്തിയ സംരക്ഷണ മാർഗങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, പ്രജനന കേന്ദ്രങ്ങൾ, വേട്ടയാടൽ നിരോധനം കാണ്ടാമൃഗങ്ങൾ നിലനിർത്തുന്നത് മാത്രമല്ല, ഇവയുടെ ആവാസവ്യവസ്ഥ സംരക്ഷിക്കലും ആവശ്യമുണ്ട്. പുനരുത്പാദനത്തിനായി സഹായിക്കുന്ന പദ്ധതികളിൽ സാമ്പത്തിക സഹായം നൽകുകയും മാവോയിസ്റ്റ് സമൂഹങ്ങളെ വിദ്യാഭ്യാസം നൽകുകയും ചെയ്താൽ കാണ്ടാമൃഗങ്ങളുടെ ഭാവി സുരക്ഷിതമാകും. കാണ്ടാമൃഗങ്ങൾ പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. അവയുടെ സംരക്ഷണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകണം. ഇവയെ സംരക്ഷിക്കുന്നത് പരിസ്ഥിതി സമതുലിത